അങ്ങനെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തമിഴ് സൂപ്പർ സ്റ്റാർ അജിത് കുമാർ ഗുഡ് ബാഡ് അഗ്ലി എന്നൊരു സിനിമയുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പടന്താലും മൂടുന്ന ഒരു സ്ഥലത്താണ്. ഈ സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കന്യാകുമാരി കന്യാകുമാരി തിരുവനന്തപുരം ജില്ലയുടെ ഏകദേശം ഒരു ബോർഡറിലാണ്. കാരണം കഴിഞ്ഞ തവണ നമ്മൾ വിടാൻ മുയற்சிന്ന സിനിമ കാണുന്നത് കളിയിക്കാവള എന്നാണ്. അതും ഒരു ബോർഡറിലുള്ള തിയേറ്ററുകളായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മളൊരു ബോർഡർ ഏരിയയുള്ള തിയേറ്ററിൽ വന്നിരിക്കുകയാണ്. നമുക്ക് തമിഴ് മലയാളം ഒരു സംസ്കാരങ്ങളുടെ ഒരു കൂടിച്ചേരലാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് അജിൻ എന്നാണ്. ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിരുന്നു. അദ്ദേഹം ഒരു അജിത്തിൻ്റെ ഒരു വെറിയൻ, അജിത്ത് ഫാൻസ്, ഒരു വെറിയൻ, വേറെ എന്തൊക്കെ പറയാമോ അജിത്തിനെ കുറിച്ച്? അല്ല, നമ്മൾ അജിത്ത് ഭക്തൻ, അജിത്ത് വെറിയൻ, അജിത്ത് രസികൻ, വേറെ എന്തുണ്ട്? അജിത് സാർ പേര്. ഓക്കെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സഹോദരനും കൂടെയാണ് ഇവിടുത്തെ ഒരു കുറച്ച് സെലിബ്രേഷൻസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു കന്യാകുമാരി ഡിസ്ട്രിക്ട്, നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ DJ പൂരപ്പറമ്പിൻ്റെ ഒരു പ്രതീതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സൈഡിൽ ഒരു ഒഴിഞ്ഞൊരു സ്ഥലം നോക്കി നിൽക്കുന്നത്. അപ്പോൾ പറയും ഈ സിനിമയെ കുറിച്ചിട്ട് എന്താണ് അജിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും എന്താണ് ഓരോ ദിവസം കഴിയുന്നവരും എന്താണ് അജിത് സാർ എന്ന് പറഞ്ഞാൽ ഒരു ഓരോ മൂവി വരും നമുക്ക് എക്സ്പെക്ടേഷൻ ഒന്നുമേ ഇല്ല. അജിത് സാറിനെ കണ്ടാൽ മതി, സ്ക്രീനിൽ കണ്ടാൽ മതി. ആ ഒരു ദർശനം, ആ ഒരു ദൈവ ദർശനം നമ്മൾ കണ്ട പോലെയാണ്. നമ്മൾ ടെമ്പിളിൽ കോവിഡ് തൊഴാൻ പോകും, പക്ഷെ നമ്മൾ തിയേറ്ററിൽ ഓരോ 2 വർഷമായാലും 10 വർഷം കഴിഞ്ഞ് അജിത് സാറിന്റെ പടം വന്നാലും നമുക്ക് ജസ്റ്റ് ആ പുള്ളിയുടെ മുഖം കണ്ടാൽ മതി. ആ ഒരു തൃപ്തിയായിട്ട് നമ്മൾ ദൈവത്തിനെ തൊഴുതിട്ടാണ് പോകും. ഈ സ്ക്രീൻ പ്രസൻസ് ആ പുള്ളിയുടെ ആ ഒരു സാൾട്ട് ആൻഡ് പെപ്പർ ലുക്ക് മതി, ആ പൊന്ന് ലുക്ക് മതി, ആ പാൽ വടി മുഖം കണ്ടാൽ മതി. നമുക്ക് അജിത് സാറിന്റെ ദൈവം ദർശനം കണ്ടാൽ പോയാൽ. അപ്പോൾ സിനിമ എങ്ങനെ വരുന്നു? നമുക്ക് ഗുഡ് ബാഡ് അഗ്ലി മൂവിക്കാണ് ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷെ ആ പടം ഇങ്ങനെ ഒരു എക്സ്പെക്ടേഷനും ഇല്ല. നമുക്ക് അജിത് സാറിന്റെ ആ ഒരു ഗെറ്റപ്പോ സ്റ്റൈലിഷോ ഒന്നും വിചാരിച്ചു വന്നല്ല. പുള്ളിയുടെ മുഖം, ആ ഒരു സാൾട്ട് ആൻഡ് പെപ്പർ ലുക്കിന്റെ ആ മുഖം കണ്ടാൽ മതി. സത്യം പറഞ്ഞാൽ ഇതൊരു അജിത്ത് എന്നെ ട്രെയിലർ കണ്ടിട്ട് ഒരു ഫാൻസ് മൂവ്മെന്റ് പടം, ഒരു കംപ്ലീറ്റ് ഓൾ ഇൻ ഓൾ അജിത്ത് വിളയാട്ടമായിരിക്കും കാണാൻ പോകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു അജിത് സാറിന്റെ ഒരു പൂര പെറമ്പ് ആയിരിക്കും. ഒരു 100% 100% ഇത് ബ്ലോക്ക് ബസ്റ്റർ ലെവലായിരിക്കും. തിയേറ്റർ തലകീഴ് നിർത്തുമോ ഫാൻസ്? 100%, അതിലൊരു ഡൗട്ടുമേ ഇല്ല. നമ്മൾ എല്ലാവരും നല്ല എന്താ പറയാ, അങ്ങനെ നമ്മളൊരു അതിശയോക്തി കലർത്തി പറഞ്ഞാണ് തിയേറ്റർ തലകീഴ് നിർത്തുമെന്ന്. നമ്മളെല്ലാം തിയേറ്റർ പ്രേമികളാണ്, സിനിമാ പ്രേമികളാണ്. ഫാൻസിന്റെ ഷോ ആകുമ്പോൾ അതേപോലെ തന്നമ്പിക്ക നായകൻ അജിത് കുമാർ വെൽഫെയർ അസോസിയേഷൻ കന്യാകുമാരി ഡിസ്ട്രിക്ട് ഈ ക്ലബ്ബ് തുടങ്ങിയിട്ട് ഒരു 10 വർഷം ആയിട്ടുണ്ട്. നേരത്തെ ഞാൻ വിടാൻ വെച്ച് പടം തുടങ്ങിയപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് തുടങ്ങിയപ്പം മാസം നമ്മൾ വെൽഫെയർ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് എല്ലാം പുള്ളിയുടെ ആ ഒരു നെയിമിന് വേണ്ടിയാണ്. ആ പുള്ളിയുടെ ഫാമിലിയും പുള്ളിയും നന്നായിരിക്കണം. ആ ഒരു ഇതിന് വേണ്ടിയാണ് നമ്മൾ മാസം വെൽഫെയർ ചെയ്യുന്നുണ്ട്. പിന്നെ പാവപ്പെട്ടവർക്ക് എന്താ പറയാം, ഡൊണേഷൻ, ഫുഡ് ഡൊണേഷൻ, മണി ഡൊണേഷൻസ് എല്ലാം കൊടുക്കുന്നുണ്ട്. എല്ലാം ആ പുള്ളിയുടെ പേരിൽ മാത്രം ചാരിറ്റി മൊത്തത്തിൽ ഒരു വെൽഫെയർ ആക്ടിവിറ്റീസ് മന്ത്ലി കൊടുക്കുന്നുണ്ട്. ഓക്കെ, വളരെ നല്ലൊരു കാര്യം. ഇതൊക്കെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്, ഇതിന്റെ ഫണ്ടിങ്ങും കാര്യങ്ങളും എല്ലാം? അല്ല, ഫണ്ടിങ് കാര്യങ്ങൾ ഞാനും എൻ്റെ ഓൺ ബദറും ആണ് ഷെയർ ചെയ്യുന്നത്. ക്ലബിൽ അങ്ങനെ നിറയെ പേര് ഷെയർ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ ഇപ്പം ഇതുവരെയും ഞാൻ എൻ്റെ ഓൺ ബദറാണ് ചേർന്ന് ചെയ്യുന്നത്. ഓക്കെ, വളരെ നല്ലൊരു കാര്യം. അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ, കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. ഈ തന്നമ്പിക്ക നായകനെന്ന് കേൾക്കുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത്, കാരണം പണ്ട് നമ്മൾ ഈ തമിഴ് TV ചാനലുകൾ കാണുമ്പോഴത്തേക്ക് ഒരിക്കൽ ഈ നമ്മുടെ ആക്ടർ വിജയ് അദ്ദേഹത്തിനോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട് എല്ലാ തമിഴ് ആക്ടേഴ്സിനെ കുറിച്ചിട്ട് ഒരു വാക്ക് പറയാൻ പറയുമ്പോൾ അജിത് സാറിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും തന്നമ്പിക്ക എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണോ നിങ്ങൾ തന്നമ്പിക്ക എന്ന് വെച്ചത്? അതോ അല്ലാതെ പുള്ളിയുടെ ഒരു ബിഹേവിയർ, ആ ഒരു ക്യാരക്ടർ കണ്ടാണ്. പുള്ളിയുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ്. ജയിച്ചോ തോറ്റോ അങ്ങനല്ല. പുള്ളി നമുക്കും പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ലവ് യുവർ ഹേറ്റേഴ്സ്, ദേ ആർ യുവർ ബിഗ്ഗസ്റ്റ് ഫാൻസ്. അതേപോലെ ലിവ് ആൻഡ് ലെറ്റ് ലിവ് അതേപോലെയാണ്. ഇപ്പം പുള്ളിയുടെ എന്താ പറയാ, നമ്മൾ അറൈവ് ലൈക്ക് എ കിങ്, ലിവ് ആസ് എ ലെജൻഡ്, ബിഹേവിയർ ലൈക്ക് എ പെർഫെക്റ്റ് ജെന്റിൽമാൻ. അതാണ് അജിത് സാർ. പുള്ളി പറഞ്ഞ പോലെ നമ്മളും അതിൽ ഫോളോ ചെയ്ത് പോകുന്നു. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ തരുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് ശ്രീ അജിത് കുമാർ. കാരണം അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അദ്ദേഹത്തിന് വളരെ മോഡസ്റ്റ് ആയിട്ടുള്ള, ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പത്മഭൂഷൺ അങ്ങനത്തെ നിറയെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ പുള്ളി പറഞ്ഞത് AK അത് മാത്രമല്ല. ഇപ്പം നിങ്ങൾ എന്ത് ബാനർ ആയാലും ശരി, അത് ഇട്ടാലും ശരി, AK ഇല്ലെങ്കിൽ അജിത് കുമാർ ആ പേര് യൂസ് ചെയ്താൽ മതി. അല്ല പത്മഭൂഷൺ അജിത് കുമാർ എന്നൊന്നും. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഭക്തന്മാരുടെ ഉള്ളിൽ നമുക്ക്
സന്തോഷമാണ്. പുള്ളിക്ക് ഇപ്പൊ കാർ റേസിൽ ഇൻട്രസ്റ്റ് ആണ്. പുള്ളി അതിൽ വിജയിക്കണം. പുള്ളി ഓരോ വിജയിക്കാൻ വേണ്ടി നമ്മൾ സക്സസ് ആവാൻ വേണ്ടി, പടം സക്സസ് ആവാൻ വേണ്ടിയും വെൽഫെയർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്, പ്രെയർ ചെയ്യുന്നുണ്ട്. പുള്ളി ഫാമിലി നന്നായിരിക്കണം അതിനുവേണ്ടി. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമ കാണാൻ പോകുന്നത്. ഞാനും അജിനും പിന്നെ വീഡിയോ എടുക്കുന്ന റൂഫനും പിന്നെ അതുപോലെ തന്നെ ഒരു കൂട്ടം തല ഫാൻസ് ഉണ്ട് ഈ വീഡിയോയുടെ ഇടയിൽ തന്നെ. നിങ്ങളത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഞാനും എനർജറ്റിക്കാണ്, എൻ്റെ അഡ്രിനാലിൻ റഷ് ഇങ്ങനെ വന്നിരിക്കുകയാണ് എനിക്ക് ഈ ഒരു സെലിബ്രേഷനായി കണ്ടിട്ട്. അപ്പോൾ നമുക്ക് തിയേറ്ററിലേക്ക് പോകാം. ഉറപ്പായിട്ടും.